കണ്ണൂർ പഴയങ്ങാടിയിൽ യുവതി കുഞ്ഞുമായി പുഴയിൽ ചാടി മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ ഗുരുതര ആരോപണവുമായി യുവതിയുടെ കുടുംബം. ഞായറാഴ്ച പോലീസുമായി വന്ന് കുട്ടിയെ കൊണ്ടുപോകുമെന്ന് യുവതിയുടെ ഭർത്താവ് പറഞ്ഞതായും മരിച്ച റീമയുടെ അച്ഛൻ കെ മോഹനൻ പറഞ്ഞു. പ്രസവം മുതൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഭർത്താവും അമ്മയുമാണ് പ്രശ്നത്തിന് കാരണമെന്നും തക്കതായ ശിക്ഷ അവർക്ക് ലഭിക്കണമെന്നും യുവതിയുടെ അച്ഛൻ ആവശ്യപ്പെട്ടു. ഞായറാഴ്ച പുലർച്ചെയാണ് വെങ്ങര സ്വദേശി MV റീനയുടെയും 3 വയസ്സുകാരനായ മകനെയും വീട്ടിൽ നിന്ന് കാണാതായത്. തിരച്ചിലിൽ യുവതിയുടെ സ്കൂട്ടർ ചെമ്പല്ലിക്കുണ്ട് പാലത്തിന് മുകളിൽ കണ്ടതോടെയാണ് പുഴയിൽ പരിശോധന നടത്തിയത്. ഞായറാഴ്ച റീനയുടെ മൃതദേഹം കണ്ടെത്തി. ഭർത്താവിന്റെയും വീട്ടുകാരുടെയും മാനസിക പീഡനത്തെ തുടർന്ന് കാലങ്ങളായി യുവതി സ്വന്തം വീട്ടിലാണ് താമസിച്ചു വന്നിരുന്നത്. വിദേശത്തായിരുന്ന ഭർത്താവ് കമൽരാജ് കഴിഞ്ഞ ആഴ്ച മടങ്ങിയെത്തുകയും കുട്ടിയുടെ അവകാശത്തെ ചൊല്ലി സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിരുന്നതായി പറയുന്നു. അടുത്ത ദിവസം തന്നെ വീട്ടിലെത്തി കുട്ടിയെ കൊണ്ടുപോകുമെന്ന് ഭർത്താവ് പറഞ്ഞിരുന്നു. ഇതാകാം മരണകാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. മുൻപ് യുവതിയെ ഭർത്താവ് ആക്രമിച്ചതിൽ ഗാർഹിക പീഡന പരാതിയും നൽകിയിട്ടുണ്ട്. വിവാഹമോചനത്തിന്റെ വക്കിലായിരുന്നു ഇരുവരും. വിദേശത്ത് നിന്ന് ഭർത്താവ് തിരിച്ചെത്തിയത് മുതൽ യുവതി കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നും കുടുംബം പറയുന്നുണ്ട്. 1.5 വർഷമായി മാറി താമസിക്കുന്നു. ഒരു 1.5 വർഷമായി പ്രശ്നം കൊണ്ട് കളിക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? കല്യാണം കഴിഞ്ഞിട്ട് 15-16-15 അവരെ പീഡനം കാരണം മാത്രമാണ്. അവരുടെ മാനസികമായിട്ടില്ല, അവരെ പീഡിപ്പിച്ചതിന്റെ ഒറ്റയൊരു പ്രശ്നം കാരണം. ഓന്റെ ഭീഷണി, ഇത് പെൺകുട്ടിയല്ലേ, ചെറിയ കുട്ടികളല്ലേ, എത്ര നമ്മൾ പറഞ്ഞ് എത്ര ഇതായിട്ടും മൈൻഡിൽ കയറിയില്ല. വിദ്യാഭ്യാസമുള്ളതാണ്, അവള് ജോലി ചെയ്യുന്നുണ്ട്. എന്തായിരുന്നു ഇത്ര പ്രശ്നങ്ങളുടെ കാരണം? എന്തായിരുന്നു? എന്തു പറഞ്ഞായിരുന്നു ഇത്തരം മാനസിക പീഡനങ്ങൾ ഭർത്താവിന്റെ ഭാഗത്തുണ്ടായത്? ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വെച്ചാൽ ഇവള് പ്രസവിച്ചതിന് ശേഷമില്ല പ്രശ്നങ്ങൾ തന്നെയാണ്. കാരണം സ്ത്രീ ഹോസ്പിറ്റലിൽ വന്നില്ല, ഇവരെ കുടുംബക്കാരും തിരിഞ്ഞു നോക്കില്ല. പിന്നെ ഇവളെ പ്രസവിക്കേണ്ട സമയത്ത് പിന്നെ നമ്മളെ ഒരു മാസഭേദമായി കൂട്ടിക്കൊണ്ടുപോകുന്ന ചടങ്ങ്, അങ്ങനത്തെ ചടങ്ങിനൊന്നും അവരൊന്നിനും തയ്യാറായിരുന്നില്ല. അപ്പോൾ അവൻ കുട്ടിയെ എടുത്തിട്ട് പിന്നെ റോഡിലേക്ക് വണ്ടിയിലേക്ക് പോകുമ്പോൾ മോള് കൂടെ തന്നെ പോയി കാറിൽ അവൻ്റെ വണ്ടിയിൽ കയറി കുറച്ച് സമയം കഴിഞ്ഞിട്ട് അവർ ഇന്നലെ ഒരു മഴയുണ്ടായിരുന്നു, അവിടെ തിരിച്ച് ഗേറ്റിൻ്റെ അടുത്ത് വന്ന് കുറച്ച് സമയം അവിടെ നിന്ന് തിരിച്ചവർ കരുതും ചെയ്തു. പിന്നെ പിറ്റേന്ന് അന്ന് അവൻ രാത്രിയിൽ വൈകുന്നേരം വിളിച്ചിട്ട് മോളോട് ഭീഷണിയാക്കാൻ ഞാൻ ശനിയാഴ്ച കുട്ടീനെ പിന്നെ കൂട്ടിയിട്ട് കൊണ്ടുപോകും, പോലീസിൻ്റെയും ഗുണ്ടകളിലെ അകമ്പടിയോടുകൂടി വന്നിട്ട് പോലീസിനെ കൂട്ടിയിട്ട് വന്നിട്ട് ഞാൻ കുട്ടീനെ കൂട്ടിയിട്ട് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും, നീ വരണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവളെ ഭീഷണിയാക്കി. അപ്പം അവള് പറഞ്ഞു ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകാമെന്നാ, പിന്നെ അവിടുന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നെല്ലാം പറഞ്ഞ് ഇതായതാണ്. പിന്നെ നമ്മളൊരു കുടുംബക്കാർ ഏട്ടനോട് പറഞ്ഞിട്ട് പ്രശ്നം ഇന്ന് സോൾവാക്കാന്നെല്ലാം പറഞ്ഞതാണ്. അവന് ഇതിനോടും കൂടി സംസാരിച്ചിട്ട് ഇതിനു മുമ്പ് അങ്ങനെ ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിൽ മാനസികമായിട്ട് പീഡിപ്പിച്ച് അമ്മയുടെ പേരിൽ അവിടെ ഒരു പിന്നെ ഗാർഹിക പീഡനത്തിന് എറണാകുളം സ്റ്റേഷനിൽ പിന്നെ കേസുണ്ട്, നിലവിലുണ്ട്. പിന്നെ വക്കീൽ നമ്മൾ ഇവർ ഡൈവോഴ്സ് എന്തെങ്കിലും ഇവർക്ക് അവന് ഇഷ്ടമാണ്. കാരണം ഡൈവോഴ്സിന് ഓൾക്ക് ഇത്ര ഒരു തയ്യാറില്ല. നമ്മള് വക്കീലന്മാർ എല്ലാം തീരുമാനിച്ചിട്ട് പിന്നെ പേപ്പറൊക്കെ ക്ലിയർ ആക്കിയാന്ന് കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവള് അതിന് നിന്നില്ല. ഇവള് പറഞ്ഞ എന്തെങ്കിലും എന്നോട് പറഞ്ഞു ഇപ്പോഴേ വേണ്ട വെച്ചാൽ എന്തെങ്കിലും സംസാരിച്ചിട്ട് നോക്കാം നമുക്ക് എന്തെങ്കിലും. പക്ഷെ അവന് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മുതൽ നമ്മൾ എന്നിട്ട് കുടുംബക്കാർ പോയിട്ട് അവിടെ 5-6 ആൾ കൂടിയിട്ട് പിന്നെ അവൻ്റെ വീട്ടിൽ പോയിട്ട് സംസാരിച്ചു. അന്നേരം നമ്മളൊരു 3 ഓപ്ഷൻ കൊടുത്തിരുന്നു. ഒന്നുകിൽ നീ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കും, അല്ലെങ്കിൽ നീ വാടകയ്ക്ക് എവിടെയെങ്കിലും കുറച്ച് 1 മാസത്തേക്ക് 2 മാസത്തേക്ക്, അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്ത് നീ ഗൾഫിലേക്ക് വിസിറ്റിങ്ങിൽ കൊണ്ടുപോകും, നമ്മൾ എന്ത് വേണമെങ്കിലും ഞാൻ പൈസ തരാം, എനിക്ക് ഇതിൻ്റെ പൈസ വേണമെങ്കിൽ എല്ലാ ചെലവും ഞാൻ വഹിക്കാം, നീ കൂട്ടിയിട്ട് പോവാം. അവരെ ഒരു മൈൻഡ് ഫ്രഷ് ആവട്ടെ. കുഞ്ഞു മോനെ കണ്ടു കഴിഞ്ഞാൽ അവൻ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ലാസ്റ്റ് സംസാരിച്ചത്. ഈ എത്ര നാൾ മുമ്പാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത് ഇപ്പാണ് 1 വർഷമായിട്ടുള്ളൂ. ഇപ്പൊ ഈ കേസ് ഇങ്ങനെയല്ല. ഇവള് പിന്നെ അവിടെ നിന്ന് മാനസിക പീഡിപ്പിച്ചിട്ട് ഇവിടെ കുഞ്ഞിനെ കൂട്ടിയിട്ട് ഇവിടെ വന്നു. അതിനുശേഷം ഒരു വർഷം ആവുന്നതേ ഉള്ളൂ. എന്നേരാണ് ഇതെല്ലാം ആയത്. കാരണം ആ സ്ത്രീ വല്ലാത്തൊരു സ്ത്രീയാണ്. കാരണം ഒന്നാമത് സ്ത്രീ എന്ന് വെച്ചാൽ
ഇവളെ ഇവിടെ വീട്ടിലാക്കിയിട്ട് പെണ്ണുങ്ങൾ തനിച്ച് കറങ്ങും. രാവിലെ ബാഗ് എടുത്ത് ഇറങ്ങി കഴിഞ്ഞാൽ രാത്രി എപ്പം വന്നവൻ. അതുപോലെ മോന് പിന്നെ വൈകുന്നേരം പോയി കഴിഞ്ഞാൽ പാതിരാത്രിക്ക് എപ്പെങ്കിലും കയറി വരും. ഒരു ഇതില്ലാത്തൊരു ഫാമിലിയാണ്. When you dream, it's okay, let him go. Your happy home. Open your eyes and look around you. Just feel your home. Yes, it's ready. We are ready with your happy, happy home. Yes, it's ready. We are ready with your happy, happy home. Smile. How's it? This is fine. വീട് റെഡി. ആഹാ എങ്കിലേ വീട്ടിലേക്കുള്ള സാധനങ്ങളും റെഡി. All quality brands for your dream home under one roof at affordable price. Reena Tile Gallery, Ulikil Road, Irati, Kannur. From the house of Reena Developers. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A-Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ A-Channel ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.